ഗസ സിറ്റിയിലേക്ക് കടന്നുകയറിയ ഇസ്രയേൽ സേന കൊടും ക്രൂരത തുടരുന്നു. ഇന്ന് മാത്രം 43 പേരെയാണ് കൊലപ്പെടുത്തിയത്. വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ അതിക്രമം തുടരുകയാണ്. ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഉപാധികൾ കടുപ്പിച്ചു. ബന്ദികളെ ഒരുമിച്ച് കൈമാറിയാൽ യുദ്ധവിരാമത്തിന് ഇസ്രയേലിനെ പ്രേരിപ്പിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപുമായുള്ള ചർച്ചയ്ക്ക് നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. യമനിലെ സനാക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ നിരവധി മരണം. ഇസ്രയേൽ ആക്രമണ ഭീഷണിയെ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗ്ലോബൽ ഫ്ലോട്ടിലേക്ക് അകമ്പടിയായി സ്പെയിനും ഇറ്റലിയും യുദ്ധക്കപ്പലുകൾ അയച്ചു. MCA നാസർ ചേരുന്നുണ്ട്. നാസർ, പുതിയ ഉപാധി വെക്കുന്നു, ഉപാധികൾ കൂടുതൽ കടുപ്പിക്കുന്നു അമേരിക്ക എന്നുള്ളതാണ്. പക്ഷേ അത് അംഗീകരിക്കുക ഹമാസ് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? എങ്ങനെയായിരിക്കും ഇനിയുള്ള ചർച്ചകൾ നടക്കുന്നത്? നെതന്യാഹു അമേരിക്കയിലേക്ക് പോവുകയാണല്ലോ വീണ്ടും. തീർച്ചയായിട്ടും ഏറ്റവും നിർണായകമായിട്ടുള്ള ചില ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു കരാറിലേക്ക് എത്തുമെന്ന സൂചനകൾ അമേരിക്കൻ നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ ഈ കരാറിലേക്ക് എത്തുമെന്ന ആ സൂചന നൽകുമ്പോൾ തന്നെ കൃത്യമായിട്ടും ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് ട്രംപും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബന്ദികളെ ഒരുമിച്ച് തന്നെ കൈമാറണം, അതോടൊപ്പം തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. ഈ രണ്ട് ഉപാധികൾ തീരുമാനിക്കുകയാണെങ്കിൽ, അത് അംഗീകരിക്കുകയാണെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു പ്രേരണ തങ്ങൾ ചെലുത്തുമെന്നാണ് ട്രംപ് ഇന്ന് വൈകിട്ട് നടത്തിയ പ്രതികരണത്തിലും വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം 2 ദിവസം മുമ്പ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ മുസ്ലിം നേതാക്കളുമായി ട്രംപ് പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 21 പദ്ധതികളാണ് ഈ മുസ്ലിം നേതൃത്വത്തിന് മുമ്പാകെ ട്രംപ് ഭരണകൂടം സമർപ്പിച്ചിരിക്കുന്നത്. അത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതും പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനവും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താൻ ഈ 21 പദ്ധതികളാണ് മുന്നോട്ട് വെച്ചത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയിൽ ഈ ബന്ദികളെ പൂർണ്ണമായിട്ടും കൈമാറാൻ ഹമാസിനെ പ്രേരിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഹമാസിനെ തീർത്തും ഇല്ലാതാക്കുന്ന, ഹമാസിന് ഒരുവിധ പങ്കാളിത്തവും ഭാവി സർക്കാരിലോ ഭാവി നീക്കങ്ങളിലോ ഉണ്ടാകാത്ത വിധത്തിൽ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടാകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇസ്രായേലിന് വേണ്ടി തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പരിമിതി എന്നത് പലസ്തീൻ പ്രാതിനിധ്യം ഈ ചർച്ചകളിൽ ഒരിക്കൽ പോലും ഉണ്ടാകുന്നില്ല എന്നതാണ്. കാരണം ഈ മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കളുമായിട്ടൊക്കെ ട്രംപ് സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും അതിൽ പലസ്തീൻ പ്രാതിനിധ്യം, ഏറ്റവും ചുരുങ്ങിയത് പലസ്തീൻ അതോറിറ്റിയുടെ അമേരിക്ക പോലും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആ പലസ്തീൻ ഫതഹ് വിഭാഗത്തിന്റെ ഒരു പ്രാതിനിധ്യം പോലും ഈ ചർച്ചകളിലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പലസ്തീൻ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ശക്തമായിട്ടുള്ള ആശങ്കയുണ്ട്. അതിന്ന് പല രൂപത്തിലും അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ UN സമ്മേളനത്തിലേക്ക് പോലും മഹ്മൂദ് അബ്ബാസിനെ ഔദ്യോഗികമായിട്ട് വിസ നൽകാൻ അമേരിക്ക വിസമ്മതിക്കുകയായിരുന്നു. അദ്ദേഹം വീഡിയോ സംഭാഷണത്തിലൂടെയാണ്, പ്രസംഗത്തിലൂടെയാണ് UN പൊതുസഭയെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ ഫലസ്തീനികൾക്ക് ഒരു പ്രാതിനിധ്യവുമില്ലാതെ ഗസയിൽ നിന്ന് അറബ് സേനയെയോ മറ്റോ അവിടെ കുടിയിരുത്തിക്കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലുള്ള ഒരു ഗസ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക, ഫലസ്തീനികളുടെ പ്രാതിനിധ്യം എല്ലാ അർത്ഥത്തിലും നിരാകരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അമേരിക്കക്കുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഫലസ്തീൻ വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥിതിയെ നേരിടണമെന്ന ഒരു തീർപ്പിലേക്ക് പല വിഭാഗങ്ങളിലാണെങ്കിലും, കാരണം നേരത്തെ ബീജിംഗിൽ നടന്ന ഒരു ഒത്തുചേരലിൽ ഫലസ്തീൻ വിഭാഗങ്ങൾ ഒരുമിച്ച് നീങ്ങാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് കുറെ കൂടി ആശയവിനിമയം ഈ പലസ്തീൻ വിഭാഗങ്ങൾക്ക് ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട്. പക്ഷേ ഹമാസിനെതിരായിട്ടുള്ള പലസ്തീൻ അതോറിറ്റിയുടെ, പ്രധാനമായിട്ടും ഫതഹ് വിഭാഗത്തിൻ്റെ നീക്കങ്ങൾ ഹമാസിനെ കൂടുതൽ രോഷം കൊള്ളിക്കുന്നുണ്ട്. അത്തരം സമീപനങ്ങൾ പൊതുവേദികളിൽ മഹ്മൂദ് അബ്ബാസും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും ഒരു ഫലസ്തീൻ ഐക്യത്തിന് തുരങ്കം വെക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസ് നൽകുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് ട്രംപ് ഇന്നും വ്യക്തമാക്കുന്നത്. പക്ഷേ അത് എങ്ങനെ സാധ്യമാകും? അതിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ ഉണ്ടായാലും ആ തരത്തിലൊരു ചർച്ച നടന്നാലും അത് ഹമാസ് അംഗീകരിക്കുമോ എന്നൊക്കെയുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ട്രംപ് നേരത്തെ ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഗസ പിടിച്ചെടുക്കുന്നു, അത് കംപ്ലീറ്റ്ലി അമേരിക്കയുടെ സംരക്ഷണത്തിലേക്ക്, ഇല്ലെങ്കിൽ അവിടെ റിസോർട്ട് തുടങ്ങുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു എന്നത് അതൊരു ഉറച്ച തീരുമാനമാണെന്ന് നേരത്തെയും പറഞ്ഞിരുന്നുവല്ലോ.
അതിന് തീർച്ചയായിട്ടും ഈ മാസം 29-നാണ് ഇപ്പം വൈറ്റ് ഹൗസിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത്. കാരണം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായും നടക്കുന്ന ആശയവിനിമയങ്ങൾ വിവിധ അറബ് മുസ്ലിം രാജ്യങ്ങളുമായും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമായൊക്കെ നിരന്തരമായിട്ടുള്ള ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ആ ചർച്ച. നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ച നയനിലപാടുകളിൽ നിന്ന് ഗസ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുകയും അവിടെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയും പലസ്തീൻ ജനതയെ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് പിന്തള്ളുക എന്ന ഇസ്രായേലിൻ്റെ അതേ ലക്ഷ്യവും അതേ പദ്ധതിയും തന്നെയാണ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ട്രംപ് ഭരണകൂടവും മുന്നിൽ കാണുന്നത്. അതിന് അനുകൂലമായിട്ട് അറബ് രാജ്യങ്ങളെ ഏതൊക്കെ രീതിയിൽ അവരെ പിന്നെ ചേർത്ത് നിർത്തണം, അവരുടെ ഉത്കണ്ഠകൾ ഏതൊക്കെ രീതിയിൽ പരിഹരിക്കണം എന്ന ഒരു ചിന്തയും ചർച്ചയും മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പോലും ഈ 20ഓളം വരുന്ന ജീവനോടെയുള്ള ബന്ദികളുടെ കാര്യത്തിൽ മാത്രമാണ് ഇന്ന് നടത്തിയ പ്രതികരണത്തിലും ട്രംപ് ആശങ്ക പഠിപ്പിക്കുന്നത്. 66,000-ഓളം പേരെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വംശഹത്യ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ പരിക്കേറ്റ ചികിത്സയിലായിരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഒരു നഗരത്തെ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കുന്നു. ഏറ്റവും കുടിലമായിട്ടുള്ള വംശഹത്യ പദ്ധതികൾ അവിടെ നടക്കുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അതേക്കുറിച്ച് ഒരു പരിദേവനമോ ഒരു പ്രയാസമോ ഒന്നും തന്നെ ട്രംപിന്റെ പ്രതികരണത്തിൽ വരുന്നില്ല. അത് കൃത്യമായി തന്നെ നെതന്യാഹു എന്ത് പറയുന്നു അതിൻ്റെ അതേ തുടർച്ചകൾ തന്നെയാണ് ഈ ഘട്ടത്തിലും ട്രംപിൽ നിന്ന് നാം കാണുന്നത്. അതുകൊണ്ട് 29-ന് ട്രംപും നെതന്യാഹുവും കൂടിച്ചേരുമ്പോൾ അവരുടെ ഒരു ചർച്ചയിലൂടെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന് അറബ് മുസ്ലിം ലോകം ഒരിക്കലും കരുതുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉയർത്തിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ളൊരു നിലപാട് അത് ഒരു പക്ഷേ ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് നീക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രീഡം ഫ്ലോട്ടില നടക്കുകയാണ്. ഗസക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള 40ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഫ്ലോട്ടിലെ അതിനെ അതിശക്തമായിട്ട് ചെറുക്കുമെന്ന മുന്നറിയിപ്പുകൾ ഇസ്രായേൽ നൽകുമ്പോൾ കപ്പലുകൾ അയച്ചുകൊണ്ട് ഫ്രാൻസും അതോടൊപ്പം തന്നെ സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇറ്റലി ഒക്കെ കപ്പലുകൾ അയച്ചുകൊണ്ടാണ് ആ സംഘത്തിന് പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിനോട് ഇസ്രായേൽ ഏത് രീതിയിലുള്ള സമീപനം സ്വീകരിക്കുമെന്നതും ഏറ്റവും പ്രധാനമായിരിക്കും. പിന്നെ ഈ തുടർന്നുള്ള ഇസ്രായേലിൻ്റെ ഈ സൈനിക നീക്കത്തെ ആശ്രയിച്ചു കൂടിയായിരിക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ തുടർ സമീപനം ഉണ്ടാവുക. ധന്യ. യെസ്, MC, ഒപ്പം തന്നെ ഹൂതികളുടെ ആക്രമണം അത് ഇസ്രായേലിന് എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതു തരത്തിലായിരിക്കും തിരിച്ചടി ഉണ്ടാവുക?